സമൂസ ഷീറ്റ് ഉണ്ടാക്കി ഇനി നേരം കളയണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മൈദയും ഗോതമ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ട് നീരൊരു ചൂടാക്കിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് സവാളയും കറിവേപ്പിലയും ക്യാബേജും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടികളും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഉടച്ചുടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ആ മാവ് എടുത്തിട്ടില്ലേ, നമ്മൾ പ്രസ്സിലാണ് കേട്ടോ ഇത് ആക്കിയെടുക്കുന്ന, പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വലിയൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ ഉണ്ടെടുത്തിട്ട് ആക്കിയാൽ മതിയിട്ട്. എന്നിട്ട് നടുഭാഗം കീറിയിട്ട് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുത്താൽ മതിയിട്ടുണ്ട്. മസാല ഫില്ല് ചെയ്തിട്ട് മടക്കിയെടുക്കുക. എല്ലാ ഭാഗവും നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്ന് വേവാതെ വരും കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.